ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് NIA-യുടെ അന്വേഷണം ഊർജിതമായി നടക്കുകയാണ്. അതിനിടയിലാണ് ചില വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ ഭീകരവാദികൾ കാശി ക്ഷേത്രവും അതോടൊപ്പം തന്നെ അയോധ്യയും ലക്ഷ്യമിട്ടിരുന്നു എന്നാണല്ലോ വിവരങ്ങൾ. ഇനി അവരുടെ ലക്ഷ്യം എന്താണ്? ഒരു കലാപമാണോ? പ്രധാനമന്ത്രിയുടെ വാക്കുകൾ എടുക്കുകയാണെങ്കിൽ NIA മാത്രമല്ല, രാജ്യത്തെ എല്ലാ ഏജൻസികളും ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ പുറകെ, കാര്യം മറ്റ് ഏജൻസികൾ ഉൾപ്പെടെ NIA പോയിട്ട് അങ്ങനെയുള്ള ഏജൻസികളും ഇവരുടെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇതിൽ 3 കാര്യങ്ങൾ ഗവൺമെൻറ് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതൊരു ടെറർ അറ്റാക്ക്, ഇത് ടെറർ ഇൻസിഡൻ്റ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു പ്ലാൻഡ് ടെറർ അറ്റാക്ക് അല്ലായിരുന്നു. ഇതവർ ഈ പെനിക്കിൽ അവർ മറ്റുള്ള ഡോക്ടേഴ്സിനെ അറസ്റ്റ് ചെയ്തതിൻ്റെ പെനിക്കിൽ ഈ സാധനം ഇവിടുന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അവർ പെട്ടെന്ന് ധൃതി പിടിച്ച് പോയപ്പോൾ ഉണ്ടായ ഒരു ആക്സിഡൻ്റ് ആയിരിക്കാനാണ് സാധ്യത. ഒരു ആക്സിഡൻ്റൽ ഇൻസിഡൻ്റ് ആയിരിക്കാനാണ് സാധ്യത. മൂന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ തുർക്കിയിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട് 2022. അപ്പം തുർക്കി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇവരുടെ ഈ പദ്ധതികൾ മുഴുവൻ ക്ഷേത്രങ്ങളും BJP ഓഫീസും അതെന്തായിരിക്കും? അതെ, അവരുടെ ഉദ്ദേശം ഞാൻ അതാ പറഞ്ഞു വരുന്നത്. അവരുടെ ഉദ്ദേശം ഇവർ 2022 തൊട്ട് ഒരു പ്ലാനിങ്ങിലുണ്ടെങ്കിലും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് അവർക്ക് കൂടുതൽ പെട്ടെന്ന് അവർ ബ്ലോയിസ്റ്റർ ആയത്. അപ്പോൾ 2022 അവരുടെ മൊഡ്യൂൾ സ്ലീപ്പർ സെല്ലായിട്ട്, ഇതിനെ ഓപ്പൺ സ്ലീപ്പർ സെൽസ് എന്നാണ് പറയുന്നത്. അത് അവർ സൊസൈറ്റിയിൽ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ടിരിക്കും. പക്ഷേ അവരുടെ ഈ ടെലിഗ്രാം ചാറ്റ് വഴിയുള്ള കാര്യങ്ങളും കമ്മ്യൂണിക്കേഷനും അവർ വളരെ പ്രോംപ്റ്റായിട്ട് നടത്തിക്കൊണ്ടുവരും. ലോകത്തെ എല്ലാ ഭീകരർക്കും ഇഷ്ടപ്പെട്ട ഒരു ചാനലാണ് ഈ ടെലിഗ്രാം ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവർ 2 പോസിബിലിറ്റി വരുന്നുണ്ട്. ഒന്ന്, ഈ ദീപാവലിക്കായിരുന്നു അവർ യഥാർത്ഥത്തിൽ നവരാത്രിക്കോ ദീപാവലിക്കോ ആയിരുന്നു ഒരു ആക്സിഡന്റ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അത് നടപ്പിലാക്കാൻ പറ്റിയില്ല. അങ്ങനെ തീവ്രവാദികളുടെ ഭീകരവാദികളുടെ കണ്ണിലെ കരടാണോ ഇപ്പോൾ അയോധ്യ മാത്രമല്ല, അയോധ്യയും പിന്നെ കാശി മാത്രമല്ല, വ്യോമസേനാ തേവളവും BJP ഓഫീസും ഒക്കെ തകർക്കാൻ വേണ്ടിയിട്ട്. കാര്യം സിന്ദൂറിന്റെ ആ ഒരു വിഷയം വന്നപ്പോഴത്തേക്ക് ഇന്ത്യൻ എയർഫോഴ്സിനോടാണ് ഇപ്പം ഭീകരവാദികൾക്ക് ഏറ്റവും കൂടുതൽ വിരോധമുണ്ടാവാനുള്ളൊരു കാരണം. കാര്യം അവരുടെ ബേസ് മുഴുവൻ അടിച്ച് തകർത്തതെല്ലാം ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു ഓപ്പറേഷനായിരുന്നു. അതുകൊണ്ട് ഇന്ത്യൻ എയർഫോഴ്സ് താവളങ്ങൾ അവർ വളരെ ശക്തമായിട്ട് ലക്ഷ്യമിടുന്നുണ്ട്. അപ്പോൾ ഇവർ ജനുവരി 26 വേണ്ടിയിട്ട്, റിപ്പബ്ലിക് ഡേക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത ഒരു എക്സ്പ്ലോഷൻ, അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് വന്നതായിരുന്നു. പക്ഷേ അതിന് മുമ്പ് ഇവർ പിടിയിലായിപ്പോയി എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ 2900 കിലോ സ്ഫോടക വസ്തുക്കൾ പിടിക്കുമ്പോഴത്തേക്ക് ഇതിനെല്ലാം ഒരു കച്ച് ബന്ധമുണ്ട്. നമ്മളിപ്പം ഓപ്പറേഷൻ തൃശ്ശൂർ നടത്തുന്നത് കച്ച് ഏരിയയിലാണ്. കാര്യം ഏറ്റവും കൂടുതൽ ഈ സ്ഫോടക വസ്തുക്കളും പിന്നെ നാർക്കോട്ടിക് ഡ്രഗ്സും പാകിസ്ഥാൻ കടത്തുന്നത് കച്ച് ബോർഡർ വഴിയാണ്. കറാച്ചിയിൽ നിന്ന് കച്ചിലോട്ട് കടത്തിയ പിന്നെ ഇന്ത്യൻ ബോർഡറിലായി, പിന്നെ ഗുജറാത്ത് ബോർഡറിൽ വന്ന് ഇത് ലാൻഡ് ചെയ്യും. അവിടുന്ന് ഇത് ഹരിയാനയിൽ കൊണ്ടുവന്നു. എന്നിട്ട് അവർ രാജ്യം മൊത്തത്തിൽ ഒരു 1, 2, 3, 4 സ്ഥലങ്ങളല്ല, ഒരു ചെയിൻ ആക്ഷൻ കംപ്ലീറ്റ് നടത്തിയിട്ട് രാജ്യത്ത് കംപ്ലീറ്റ് ഒരു പ്രകോപനം ഉണ്ടാക്കി ഓപ്പറേഷൻ സിന്ദൂറിന് ഒരു പകരം വീട്ടാനുള്ള ഒരു ശ്രമമായിരുന്നു അവരുടേതെന്നാണ് ഗവൺമെന്റ് സംശയിക്കുന്നത്. അല്ല, അതാണ് ഈ ക്ഷേത്രങ്ങൾ ലക്ഷ്യമിടുന്നത് എന്തിനായിരുന്നു? ക്ഷേത്രങ്ങൾ അതിന് നമ്മുടെ നാട്ടിലൊരു കലാപം ഉണ്ടാക്കുക, അല്ലെ, ഒരു വിഭജനം ഉണ്ടാക്കുക. കാരണം ഇതിനാ പുൽവാമ അവിടെ നമ്മുടെ നാട്ടിലിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ത്യയിൽ എല്ലായിടത്തും ഈ കാശ്മീരികൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇന്ത്യയിൽ എല്ലായിടത്തും ചുറ്റി നടക്കുന്നുണ്ട്. അവർ പറയുന്നത് ഞങ്ങൾ പരവതാനി വിൽക്കുന്നു, ഞങ്ങൾ ഹാൻഡിക്രാഫ്റ്റ്സ് വിൽക്കുന്നു. ഈവൻ തിരുവനന്തപുരത്ത് കോളത്ത് തന്നെ നമ്മൾ കാശ്മീരി കോളനികളുണ്ട്, 10, 30, 40 പേര് താമസിക്കുന്നുണ്ട്. അപ്പം കാശ്മീരികൾ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഉണ്ട് എന്നുള്ളതാണ്. കാര്യം അവരൊരു അഭയാർത്ഥി വിഭാഗം പോലെ അവർ ഇന്ത്യയിൽ എല്ലായിടത്തും അവരിങ്ങനെ ചുറ്റി നടക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും തമ്മിൽ ക്ലോസ്ഡ് നെറ്റ്വർക്കുകളുമാണ്. ഇപ്പോൾ ഹരിയാനയിലുണ്ടായിരുന്ന ഈ സ്ഥാപനം അൽഫല യൂണിവേഴ്സിറ്റിയിലുള്ള ആൾക്കാരും ഇവരെല്ലാവരും അതിനകത്ത് കാശ്മീരിൽ വന്ന ഒറിജിനായിട്ടുള്ള ആൾക്കാരെല്ലാം കൂടെ ഒരുമിച്ച് ചേരുകയും ഇവരെല്ലാം ടെലിഗ്രാം ചാറ്റ് വഴി വിവിധ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ആദ്യം അവർ മുസ്ലിങ്ങളെ പിന്നെ അടിച്ചമർത്തുന്നതിനെ പറ്റി സംസാരിക്കും, പിന്നീട് അതിക്രമങ്ങളെ പറ്റി സംസാരിക്കും, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആക്രമണം തിരിച്ചടിക്കേണ്ടതിനെ പറ്റി സംസാരിക്കും. അങ്ങനെ വളരെ പതുക്കെ ആൾക്കാരെ ബ്രെയിൻ വാഷ് ചെയ്ത്, വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് IS ഒക്കെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം വിദ്യാഭ്യാസം ഇല്ലാത്തവരെ കൊണ്ടുവന്നു. പക്ഷേ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയാം, നമ്മൾ മറ്റേ ഹാദിയുടെ കാര്യം പറഞ്ഞ മാതിരി ഇവർ ഡോക്ടേഴ്സ് ആ ഒരു രീതിയിൽ ഹൈലി ഇൻ്റലക്ച്വൽ ആയിട്ടുള്ളവരുടെ ഒരു ഗ്രൂപ്പാണ് IS ഇന്ത്യയിൽ ആദ്യം തൊട്ടേ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പിൽപ്പെട്ട ഡോക്ടേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ് ഇപ്പോൾ ഈ അക്രമങ്ങൾ മുഴുവൻ വരുന്നത്. അതേപോലെ ഇവരുടെ മറ്റ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെയും മറ്റ്
ഹോമിയോ സ്റ്റുഡൻസിനെയും ഹോമിയോ ഡോക്ടേഴ്സിനെയും ഒക്കെ അവർ പ്രത്യേകം സെല്ലുകളാക്കി തയ്യാറാക്കി. ഇവരൊന്നും പരസ്പരം ബന്ധപ്പെടുന്നില്ല. അവരൊക്കെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് ഇവരുടെ ഹാൻഡിലേഴ്സാണ്. അവർ പാകിസ്ഥാനിലോ അല്ലെങ്കിൽ ബംഗ്ലാദേശിലോ ആണ് ഇരിക്കുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന വാർത്ത അനുസരിച്ചിട്ട് ജെയ്ഷെ മുഹമ്മദും മറ്റുമെല്ലാം അവരുടെ ഓപ്പറേഷൻ ബേസ് ബംഗ്ലാദേശിലോട്ട് മാറ്റിയെന്നാണ്. കാര്യം പാകിസ്ഥാനിലെ ബേസ് ഏത് സമയം ഇന്ത്യ ആക്രമിച്ച് തകർക്കുമെന്നറിയാം. അതുകൊണ്ട് അവരുടെ ബേസുകൾ പാകിസ്ഥാനിൽ നിന്നും പശ്ചിമ പാകിസ്ഥാൻ എന്നവർ വിളിക്കുന്ന പിന്നെ ഈസ്റ്റ് പാകിസ്ഥാൻ എന്നവർ വിളിക്കുന്ന നമ്മുടെ ബംഗ്ലാദേശിലോട്ട് മാറ്റി. അതിൻ്റെ ഒരു മുന്നൊരുക്കമായിട്ട്, കാര്യം ഇതിനെല്ലാം പരസ്പര ബന്ധമായിട്ടാണ് വരുന്നത്. ഈ പാകിസ്ഥാനി ജനറൽമാരുടെ സന്ദർശനം, പാകിസ്ഥാനി ISI ചീഫിൻ്റെ സന്ദർശനം, പാകിസ്ഥാനിലെ ബംഗ്ലാദേശിലെ ISIയുടെ ഒരു ബ്രാഞ്ച് ഓഫീസ് തുടങ്ങുന്നതിനുള്ള സംവിധാനം, ഇതെല്ലാം കൂടെ കൂട്ടിക്കലർത്തുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രദ്ധ മാറ്റിയിട്ട് നമ്മൾ പാകിസ്ഥാനിലോട്ട് ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് അവർ ബംഗ്ലാദേശിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് കണ്ടത്. ഈ സ്ഫോടനത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരുമ്പോഴത്തേക്ക് ഇപ്പോഴന്നെ ആൾറെഡി വരുന്നുണ്ട്, ബംഗ്ലാദേശുമായിട്ട് വളരെ അടുത്ത ഒരു ബന്ധം ഇതിന് വരുന്നുണ്ട്. അല്ല, ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് വലിയ രീതിയിൽ വനിതകൾ വരുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യമല്ല. അല്ല, അവരുടെ ഉദ്ദേശം കമ്മ്യൂണൽ വയലൻസ് ആയിരുന്നു ഉദ്ദേശം. ഇങ്ങനെ ഒരു സംഭവം വരുമ്പോഴത്തേക്ക് ഇപ്പം അവരുടെ ഈ കാശ്മീരിലെ നമ്മൾ ആദ്യത്തെ പഹൽഗാം ആക്രമണം നടക്കുമ്പോഴത്തേക്ക് അവർ പ്രതീക്ഷിച്ചിരുന്നത് ഇതോടെ ഇന്ത്യയിലെ ഹിന്ദുക്കളെല്ലാം കൂടെ ഇളകി മുസ്ലിങ്ങളെ മർദ്ദിക്കുമെന്നും അങ്ങനെയുള്ള ഒരു പ്രകോപനം ഉണ്ടാക്കാമെന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് അവർ ചെയ്തത്. പക്ഷേ ഇന്ത്യയിലെ സമാധാനപ്രിയരായ ആൾക്കാർ ഇതെല്ലാം മറികടന്നു എന്നുള്ളതാണ് ഒരു രീതി. അത് കഴിഞ്ഞ് വീണ്ടും പല പ്രാവശ്യവും പല പ്രകോപനങ്ങൾ പല സ്ഥലത്തുണ്ടായി. പക്ഷെ ഇത്രയും തീവ്രമായിട്ടുള്ള ഒരു പ്രകോപനം, ചേട്ടൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാഭ്യാസമുള്ളവരെ എങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയുന്നു? ഇത് മതത്തിന്റെ അല്ലേ? അത് ബ്രെയിൻ വാഷ് തന്നെയാണ് അവർ ചെയ്യുന്നത്. ആ ബ്രെയിൻ വാഷ് അത് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ബ്രെയിൻ വാഷിംഗ് ആണ്. സാധാരണക്കാരൻ ബ്രെയിൻ വാഷ് ചെയ്യുന്ന പോലെയല്ല. അവരുടെ ആ ഗ്രന്ഥങ്ങൾ പറഞ്ഞും അവരുടെ പ്രകോപിപ്പിച്ചും ഒക്കെയാണ് അവർ ചെയ്യുന്നത്. അതെങ്ങനെയാണ് പ്രകോപിപ്പിക്കുന്നത്? അല്ല, ഓരോടത്തും നടന്ന സംഭവങ്ങൾ ഇപ്പം നമ്മുടെ മദനിയുടെ പഴയ പ്രസംഗങ്ങളൊക്കെ കാണല്ലേ, ഏതാണ്ട് അവിടെ കുട്ടികളെ കൊന്നു, ഗാസയിൽ അവിടെ കുട്ടികളെ കൊല്ലുന്നു, ബാക്കി കുട്ടികൾ മരിച്ചാലൊന്നും അവർക്ക് പ്രശ്നമില്ല. അപ്പൊ അവരൊക്കെ ഇങ്ങനെ അവരുടെ കേരളത്തിൽ ഇപ്പോൾ മലയാളികൾക്ക് അതിനെക്കുറിച്ച് ധാരണ ഉണ്ട് കൃത്യമായി. ഇല്ല, ഇപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞു വന്നുകൊണ്ടാണ് പറയുന്നത്. ഞാൻ നോക്കുമ്പോൾ ഒവൈസി ഇതിനെ കണ്ടം ചെയ്തിട്ടുണ്ട്, ഈവൻ രാഹുൽ ഗാന്ധി ഇതിനെ കണ്ടം ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ നിന്ന് ഉള്ള ഈവൻ പിണറായി വിജയൻ വരെ ഇപ്പോൾ കാക്കി നിക്കറാണോ ഓടുന്നുള്ള ഒരു സംശയമുണ്ട്. പിണറായി വിജയനും ഇതിനകത്ത് കണ്ടം ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ ലീഗ് നേതാക്കളാരും ഇതിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല. തെരഞ്ഞെടുപ്പ് വരികയാണ്. രസം. പിന്നെ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ KC വേണുഗോപാൽ ആവശ്യപ്പെടുന്നത് അമിത്ഷാ ഇപ്പം രാജിവെക്കണം. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിലെ മൊത്തം അംഗങ്ങളും രാജിവെക്കണമെന്ന കാര്യം ഇന്ദിരാഗാന്ധിയുടെ രാജീവ് ഗാന്ധിയുടെ സമയത്തുണ്ടായ സ്ഫോടനങ്ങൾ വെച്ച് കണക്കാക്കി നോക്കുകയാണെങ്കിൽ ദിവസം മന്ത്രിമാർക്ക് രാജിവെക്കാനേ സമയം ഉണ്ടാവുള്ളൂ. ഒരു ദിവസം പോലും നമുക്ക് സ്ഫോടനം ഇല്ലാതെ പോയിട്ടില്ല. ഇതിൻ്റെ കൂടെ തന്നെ ഇന്നലെ ബംഗ്ലാദേശിലും സ്ഫോടനം ഉണ്ടായി, പാകിസ്ഥാനിലും സ്ഫോടനം ഉണ്ടായി. ബംഗ്ലാദേശിൽ ഈ ഇപ്പോഴത്തെ നമ്മുടെ അഡ്വൈസർ സ്ഥാപിച്ച ബാങ്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ മുമ്പിലായിരുന്നു സ്ഫോടനം. അവിടെ 10 പേരോളം മരിച്ചു. ഇവർ പറയുന്നത് ഇതെല്ലാം ഇന്ത്യയാണ് ചെയ്യുന്നതെന്നുണ്ട്. ഇന്ത്യയുടെ കാര്യങ്ങൾ നോക്കാൻ തന്നെ സമയമില്ല. അപ്പോഴത്തേക്കാണ് ഇവർ മറ്റു രാജ്യങ്ങളുടെ സ്ഫോടനം ഇന്ത്യ ആസൂത്രണം ചെയ്യുന്നതെന്നാണ്. നമുക്ക് നമ്മുടേതായൊരു വലിയൊരു ബൗണ്ടറി ഉണ്ട്, ആവശ്യത്തിന് ശത്രുക്കളും ഉണ്ട്. അതൊക്കെ നമ്മൾ പരിരക്ഷിക്കുകയാണ്. അല്ല, അതോടൊപ്പം തന്നെ അത് പാകിസ്ഥാൻ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ടല്ലോ. പാകിസ്ഥാൻ നാണം കെട്ട ഒരു ആരോപണമാണ് പറഞ്ഞത്. അവിടെ കിടന്ന കാർ ബോംബിൻ്റെ സ്ഫോടനത്തിന് പുറകെ ഇന്ത്യയാണെന്നാണ് പറഞ്ഞത്. അത് വളരെ ഗതികെട്ടാണ്. കാര്യം അവരുടെ രാജ്യത്തിൻ്റെ നടക്കുന്ന ഒരു സ്ഫോടനം ഇന്ത്യയിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് സെക്യൂരിറ്റിയാണ് ബാക്കിയുള്ളത്? ഇന്ത്യ തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതായിട്ട് ആരും പറയുന്നില്ല. അപ്പോൾ തീവ്രവാദ പ്രവർത്തനം ആരാണ് ചെയ്യുന്നതെന്ന് അറിയാം. അത് ചിലപ്പം ഇന്ത്യ ആവണമെന്നില്ല, ചിലപ്പോൾ അഫ്ഗാനിസ്ഥാൻ ആയിരിക്കാം. അഫ്ഗാനിസ്ഥാൻ ചെയ്താലും പറയുന്നത് ഇപ്പം ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ കൊണ്ട് ജയിക്കുന്നെന്നേ പറയുന്നു. ഇതിനകത്ത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, നമ്മുടെ റൈസിൻ എന്ന് പറയുന്ന ഒരു മാരകമായിട്ടുള്ള ഒരു കെമിക്കൽ ഉൽപ്പാദിപ്പിക്കാനാണ് ഈ ഡോക്ടർമാർ വളരെ തന്ത്രപരമായിട്ട് നീങ്ങിയത്. റൈസിൻ എന്ന് പറയുന്ന സാധാരണ IS ഉപയോഗിക്കുന്ന ഒരു കെമിക്കൽ വെപ്പണാണ്. അതിൽ നമുക്ക് ഒരാൾക്ക് താങ്ങാൻ പറ്റുന്ന 1.78 ഗ്രാമാണ് ഒരാൾക്ക് താങ്ങാൻ പറ്റുന്ന, മരിക്കാൻ ആവശ്യമുള്ളത് 1.78 ഗ്രാംസ് ആണ്. ഇത് ശ്വസിച്ചാലും, അതായത് നമ്മുടെ പാക്കറ്റുകളിലായിട്ട് വരും, ലെറ്ററിലും കവറുകളുമായിട്ട് വരാറുണ്ട്. ഇഞ്ചെക്ട് ചെയ്യാറുണ്ട്, വെള്ളത്തിൽ കലർത്താറുണ്ട്, ഫുഡിൽ കലർത്താറുണ്ട്, പഴങ്ങളിൽ കുത്തിവെച്ച് കൊടുക്കാറുണ്ട്. സപ്പോസ് നമ്മളൊരു ആപ്പിൾ വാങ്ങിക്കുന്നത്, അതിനകത്തൊരു സിറിഞ്ച് വെച്ചിട്ട് 1 ഗ്രാം 2 ഗ്രാം കുത്തിവെച്ചിട്ട് ആ ആപ്പിളാണ് നമ്മളത് കഴിഞ്ഞാൽ കഴിച്ചാൽ തീർന്നത്. അപ്പോൾ എന്താണ് മരണ കാരണമെന്ന് പോലും നമുക്കറിയത്തില്ല. അപ്പോൾ ആ റൈസിൻ എന്ന് പറയുന്നതിൻ്റെ ഉൽപ്പാദനവും അതിൻ്റെ സാങ്കേതികതയും
നമ്മൾ ആവണക്കിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഒരു നല്ലൊരു ബയോളജിക്കൽ കെമിക്കൽ വെപ്പണാണത്. ഇത് നല്ല രീതിയിൽ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമായിരുന്നു ഈ ഡോക്ടർമാർ നടത്തുന്നത്. ഇവരെല്ലാം ചൈനയിൽ പോയി, ഇതിൽ പലരും ചൈനയിൽ നിന്ന് MBBS എടുത്തിട്ട് വന്നവരാണ്. അവിടെ നിന്നായിരിക്കും അവർ ഇതിൻ്റെ ടെക്നോളജിയും അതിനുള്ള അപ്പാരറ്റസും ഒക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. വളരെ അലാമിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ലോകത്തെല്ലായിടത്തും IS-ൻ്റെ ആക്രമണങ്ങൾ ആഫ്രിക്കയിലെ പല ഭാഗങ്ങളും നടക്കുന്നുണ്ട്. അതേപോലെ ഇന്ത്യയിലും IS പിടിമുറുക്കിയോ എന്ന് വേണം നമുക്ക് സംശയിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.